ഞായറാഴ്ച റെക്കോർഡ് ചെയ്ത വീഡിയോയാണ്. മെയ് 4-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. രാവിലെ തന്നെ കുഞ്ഞൂസിൻ്റെ വളരെ വലിയൊരു സ്നേഹ സമ്മാനത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് റീൽസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ കുഞ്ഞൂസിനായിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവൾ കുറേ ദിവസമായി പുറത്ത് പോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. രാവിലെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മുറ്റത്ത് നിന്ന വട്ടയിലയൊക്കെ പറിച്ച് കുറച്ച് ഇലയട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇലയട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തേങ്ങയിൽ ചേർക്കുന്നത് പനം പഞ്ചസാരയാണ്. ഇവിടെ വെള്ള പഞ്ചസാര ഉപയോഗിക്കാറേ ഇല്ല. കുഞ്ഞിന് ഞാൻ ഇതുവരെ വെള്ള പഞ്ചസാര കൊടുത്തിട്ടില്ല. കാരണം കുറച്ചുകൂടെ ഹെൽത്തി ഇതാണ്. അതുപോലെ കരിമീൻ പഞ്ചസാരയെക്കാട്ടിലും കരിമീൻ ശർക്കരയെക്കാട്ടിലും പനം ശർക്കരയും പനം പഞ്ചസാരയും കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, നമുക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും രാവിലെ തന്നെ തയ്യാറാക്കി. നല്ല കിഡിലൻ ചിക്കൻ കറിയും കുത്തിരിച്ചോറുമായിരുന്നു. അജേട്ടൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. ഇതെല്ലാം പാത്രത്തിലാക്കി നമ്മൾ വണ്ടിയിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അധികം ദൂരമൊന്നുമല്ല, പരുന്തുംപാറയിലേക്കാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു 2-3 വളവപ്പുറം ആയാൽ പരുന്തുംപാറയായി. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ യാത്ര പോകാറുണ്ട്. ഇതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ പോയിരുന്ന് കഴിക്കുന്ന മുമ്പും പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പരുന്തുംപാറയിലേക്കുള്ള യാത്രയിലാണ്. ഇതുവഴി വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, വന്നിട്ടുണ്ടെന്ന്. എത്ര തവണ വന്നിട്ടുണ്ടെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ സ്ഥലം? അങ്ങനെ നമ്മൾ പരുന്തുംപാറ റോഡിലേക്ക് തിരിഞ്ഞു. ഇവിടെ ഇനി അങ്ങോട്ട് അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നിറയെ പച്ചപ്പ്. പക്ഷേ പഴയ പരുന്തുംപാറ അല്ല കേട്ടോ, ഒരുപാട് മാറി. റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നേരത്തെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതുവഴി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയാക്കി. അങ്ങനെ നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ കടന്ന് ഇങ്ങനെ പോവാണ്. ഇവിടെ ഇപ്പോൾ പുതിയ കുറച്ച് അഡ്വഞ്ചറസ് ഗെയിമും റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഈ കാണുന്ന മലനിരകളിലാണ് കഴിഞ്ഞ തവണ നമ്മൾ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫാൽക്കൺ റോക്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ആ 2 മലയിൽ നിറച്ചും നീലക്കുറിഞ്ഞി പൂത്ത് നീല വസന്തം തീർത്ത മലകളാണിത്. മുമ്പൊക്കെ ഇവിടേക്ക് ഫ്രീ എൻട്രി ആയിരുന്നു. പക്ഷേ ഇപ്പം ടിക്കറ്റ് കൊടുത്താൽ മാത്രമേ കയറ്റി വിടുകയുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. ഞങ്ങൾ നാട്ടുകാരായതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കയറിപ്പോവാം. അപ്പം ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നവരെല്ലാം അറിയാവുന്നവരൊക്കെ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ അവിടെ വന്ന് ഒരു പ്ലേസ് കണ്ടുപിടിച്ചു. നമ്മൾ സ്ഥിരം ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ള സ്ഥലമാണ്. ഈ ഒരു സ്ട്രക്ചർ കണ്ടോ നിങ്ങളതൊരു അമ്പലമാണ്. പഴയ ഒരു പൊളിഞ്ഞു പോയ ഒരു അമ്പലം പോലെയായിരുന്നു. അവിടെ ആ ഒരു ബിൽഡിങ്ങിനെ കേന്ദ്രീകരിച്ച് ഒരുപാട് റൂമേഴ്സ് ഇറങ്ങിയിട്ടുള്ളതാണ്. പണ്ടൊക്കെ പറയുമായിരുന്നു ആ അമ്പലത്തിൽ നേർച്ചയിടാതെ പരുന്തുംപാറയിലേക്ക് നമ്മൾ കയറി പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള കഥകളൊക്കെ ഇറങ്ങുമായിരുന്നു. അങ്ങനെ നേർച്ചയിടാതെ കയറിപ്പോയ പലരും പരുന്തുംപാറയിൽ തന്നെ പെട്ടുപോയതായിട്ടും വണ്ടിയും കൊണ്ട് പോയവരുടെയൊക്കെ ചാവി നഷ്ടപ്പെട്ടിട്ട് അവിടെ കുടുങ്ങിപ്പോയതായിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ ഒരുപാട് പരന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. അന്നൊക്കെ ഞാൻ തീരെ ചെറുതാണ്. നമ്മുടെ നക്ഷത്രകുഞ്ഞിൻ്റെ അത്ര ഉള്ളപ്പോൾ കേട്ടിട്ടുള്ള കഥകളാണ് കേട്ടോ ഇത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ബോൾഡായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊന്നും പരക്കാറില്ല. എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ള ഒരു പാറയൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നല്ല കാറ്റുണ്ട്. നട്ടുച്ച സമയമാണ്. എന്നിട്ട് പോലും ചെറിയ രീതിയിൽ മൂടൽമഞ്ഞ് ഇറങ്ങുന്നുണ്ട്. കുഞ്ഞൂസിന് ഇതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുമ്പോൾ കഴിക്കും എന്നുള്ളതാണ്. നമുക്കും അതൊരു പ്രത്യേക ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എന്തോ ഒരു പ്രത്യേക രുചിയൊക്കെ തോന്നും ഭക്ഷണത്തിന്. ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് ഒരു പ്രത്യേക വൈബല്ലേ ഇങ്ങനെ. അതിനിടയ്ക്ക് വീട്ടിലെ ഭക്ഷണം കൊടുത്ത അജയൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കഴിക്കാത്ത ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അച്ഛൻ എനിക്ക് വാരിത്താന്ന് പറഞ്ഞ് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്ന അത്ഭുതങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ കാലിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചു. ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ള എന്നാണെന്നറിയോ, ഈ പ്രദേശങ്ങളിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവർ ഒത്തിരി പേരുണ്ട്. ദൂരയാത്രയൊക്കെ ആയിട്ട് വരുന്നവരായിരിക്കും. പക്ഷേ അവരിവിടെ വരുമ്പോഴത്തേക്കും ഈ പേപ്പർ പ്ലേറ്റും പേപ്പർ കപ്പും കാര്യങ്ങളൊക്കെ വേസ്റ്റുകൾ ഇവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇത്രയും നല്ല സ്ഥലമല്ലേ, അപ്പോൾ നമ്മളങ്ങനെ മാലിന്യമൊക്കെ വലിച്ചെറിയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞങ്ങളൊരു കുതിരസവാരിക്കൊക്കെ പോയി. ഇതൊക്കെ റീസെൻ്റായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ റിസോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി സൈറ്റാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് കുറേ നേരം അവിടെ ചിലവഴിച്ചു. കുഞ്ഞൂസിന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. പട്ടം വാങ്ങിച്ചു. പട്ടം പറപ്പിക്കുന്നത് പക്ഷേ അജയനാണെന്നേ ഉള്ളൂ. കുഞ്ഞൂസിനെ തന്നെങ്കിൽ തന്നെ നിന്ന് പറപ്പിക്കാറുള്ള ഇതായിട്ടില്ല. അപ്പം അജയനാണ് പട്ടം പറപ്പിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ കുറേ കഥകളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാണ്ടടാ നല്ല കാർമേഘമൊക്കെ ഉരുണ്ടുകൂടി വരാൻ തുടങ്ങി. ഒരു 3:30-3:45 ആ സമയമായിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ മഴക്കാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും തിരിച്ചു പോയേക്കാം എന്നുള്ള പ്ലാനിലൊക്കെ എത്തി. ഞങ്ങൾ മഴയ്ക്ക് മുമ്പേയുള്ള ആ മനോഹരമായ കാറ്റൊക്കെ ആസ്വദിച്ച്, നല്ല തണുത്ത കാറ്റ്, അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് വീട്ടിലേക്ക് തിരികെ പോന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ മനോഹരമായ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.